ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് 2 pulleys 300 millimeter in diameter and 150 millimeter diameter are connected by means of a cross belt drive. Cross belt drive ഉപയോഗിച്ചിരിക്കുന്നത് 2 meters apart ആണ്. അപ്പോൾ C 2 meter. Find the length of belt required and lap angle between each pulley and the belt. If the larger pulley rotates at 300 rpm, find the power transmitted assuming that maximum tension in the belt is 1 kN and coefficient of friction between pulley and belt is 0.3. ഓക്കെ, അപ്പം ലാർജർ ബെൽറ്റ് 300 rpm കറങ്ങും. അപ്പം പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ലാർജർ പുള്ളിയാണ്. അപ്പം നമ്മൾ പവർ ട്രാൻസ്മിഷൻ്റെ പവർ ട്രാൻസ്മിറ്റിനകത്ത് ഇടേണ്ട ഇക്വേഷനകത്തുള്ള ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 300 rpm. ഈ പറയുന്ന ലാർജർ പുള്ളിയുടെ ഡയമീറ്ററാണ്. 300 rpm സ്പീഡുമാണ് ഇട്ടത്. അപ്പോൾ ഇതിനകത്ത് ഗിവൺ വാല്യൂസ് എടുത്തെഴുതുക. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, എടുത്തെഴുതുക. അത് കഴിഞ്ഞ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കണം. എൽ കണ്ടുപിടിക്കണം, തീറ്റ എസും തീറ്റ എല്ലും കണ്ടുപിടിക്കണം, അതേപോലെ പി കണ്ടുപിടിക്കണം. അപ്പോൾ എൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനുണ്ട്. ബെൽറ്റ് കണ്ടുപിടിക്കാത്ത ക്രോസ് ബെൽറ്റിൻ്റെ ആ സെക്ഷനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ ഡേറ്റ ബുക്കിനകത്ത് കിടപ്പുണ്ട് ഇക്വേഷൻ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എല്ല് കിട്ടും. ഓക്കെ, എല്ല് കിട്ടും. ആംഗിൾ ഓഫ് കോൺടാക്റ്റ് ക്രോസ് ബെൽറ്റിനകത്ത് തീറ്റാസും എല്ലാം സെയിം ആണ്. അതിൻ്റെ ഇക്വേഷനും ഡേറ്റ ബുക്കുണ്ട്. ജസ്റ്റ് നോക്കിയെടുത്ത് എഴുതിയാൽ മതി. ഡേറ്റ ബുക്കിനകത്ത് ഫസ്റ്റ് ഫ്ലെക്സിബിൾ മെഷീൻ എലമെൻസിൻ്റെ ഫസ്റ്റ് പേജിനും സെക്കൻഡ് പേജുമായിട്ട് ഇത് കിടപ്പുണ്ട്. ഓക്കെ, അതിൻ്റെ അടുത്ത് തന്നെ കിടപ്പുണ്ട്, ആദ്യം തന്നെ കിടപ്പുണ്ട് ഈ സംഭവങ്ങൾ. പവറിൻ്റെ ഇക്വേഷൻ T1 - T2 പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഡേറ്റ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. കണ്ട, കിലോ വാട്ടിനകത്ത് ഉള്ളതാണ് നമ്മൾ എടുക്കുന്നത്. ഇത് രണ്ട് ഇക്വേഷൻ, ഈ ഇക്വേഷനുണ്ട്, ഈ ഇക്വേഷനുണ്ട്. അപ്പോൾ ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് വെച്ച് എടുക്കണം. ഇവിടെ അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ബിയും ടിയും ഒന്നും നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷേ അതിനകത്ത് T1 ഉം T2 ഉം കണ്ടുപിടിക്കണം. അതിൻ്റെ ഇവിടെ നമുക്ക് T max, അതായത് മാക്സിമം ടെൻഷൻ T max വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, വെലോസിറ്റി കണ്ടുപിടിക്കണം. കാരണം വെലോസിറ്റി കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്കിന്ന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തുണ്ട്. എപ്പോഴും നമ്മൾ പവർ ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അത് തന്നെ ചെയ്തേക്കുന്നത്. നമ്മൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം R⍵ആണ്. R⍵ നമുക്ക് മാറ്റിയ D/2 2πn/60 എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ πdn/60 നമുക്ക് ഓർമ്മയുള്ള ഇക്വേഷൻ. പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡ്രൈവറിന് ഡയമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും, 4.712 വാല്യൂ കിട്ടും. ഈ 4.712 എന്ന് പറഞ്ഞ സാധനം 10നെക്കാട്ടും ചെറുതായതുകൊണ്ട് നമുക്ക് സെൻട്രിഫ്യൂഗൽ TC എന്ന് പറഞ്ഞിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ഇത് 10നെക്കാട്ടും മേളിലാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമ്മൾ കണക്കാക്കിയെടുക്കേണ്ടി വരുന്നതാണ്. Tmax എന്ന് പറഞ്ഞാൽ T1 + TC ആണ് നമുക്കറിയാം. എപ്പോഴും അവിടെ TC ഇല്ലാത്തതുകൊണ്ട് T1നെ തന്നെ Tmax എന്ന് വിളിക്കാം. മാത്രമല്ല ഈ ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ T1/T2 e⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻ തീറ്റ നമുക്ക് കണ്ടുപിടിക്കും. തീറ്റ കണ്ടുപിടിച്ച് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് T കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ T2 T1 കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പവറായി കഴിഞ്ഞു. സോ ഇതാണ് ഇതിനകത്തുള്ളത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി അടുത്ത കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉള്ള പ്രോബ്ലമാണ്. നമുക്ക് നോക്കാം. അതും സെയിം ടൈപ്പാണ്. എ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് ഈസ് റിക്വയർഡ് ടു ട്രാൻസ്മിറ്റ് 20 kV ഓഫ് പവർ അറ്റ് 1440 rpm. ദ ഡ്രൈവർ ആൻഡ് ഡ്രിവൻ ഷാഫ്റ്റർ 3 മീറ്റർ അപ്പാർട്ട്. C 3 മീറ്റർ. C അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് 3 മീറ്റർ അപ്പാർട്ട്. ദ ഡയമെൻഷൻസ് ഓഫ് എ പുള്ളി മൗണ്ടഡ് ഓൺ ഡ്രൈവർ ആൻഡ് ഡ്രിവൻ ഷാഫ്റ്റ് ആർ 300 mm ആൻഡ് 450 mm റെസ്പെക്റ്റീവ്ലി. ദ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് സെലക്ട് ബെൽറ്റ് തന്നിട്ടുണ്ട്. വെയ്റ്റ് ഡെൻസിറ്റി W തന്നിട്ടുണ്ട് 9.7 10⁻³ Nm/m³ തന്നിട്ടുണ്ട്. അലോവബിൾ ഡിസൈൻ സ്ട്രെസ് σd തന്നിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ പോയിന്റ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഒന്ന് വിഡ്ത്ത് ഓഫ് ബെൽറ്റ് ഉണ്ട്. ഇപ്പോൾ തന്നെ തിക്നെസ് ഉണ്ടെന്ന് മനസ്സിലായി. തിക്നെസ് 6 mm ഉള്ള ബെൽറ്റിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കണം. 2 ലെങ്ത് കണ്ടുപിടിക്കണം. ബെൽറ്റിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. 3 ഇനിഷ്യൽ ടെൻഷൻ കണ്ടുപിടിക്കണം. ആൻഡ് ലാസ്റ്റ് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എന്തുമാത്രം ഉണ്ടോ അത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ ഡേറ്റ നമ്മൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ P കിട്ടും. P ഉണ്ട്, പവറുണ്ട്, N ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, സ്മോൾ d ഉണ്ട്, W ഉണ്ട്, σd ഉണ്ട്, μ ഉണ്ട്, T ഉണ്ട്. അപ്പം ഈ കേസിൽ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് B ആണ്. അപ്പോൾ B കണ്ടുപിടിക്കണമെങ്കിൽ വിഡ്ത്ത് നേരത്തെ പറഞ്ഞു പവറിൻ്റെ ഇക്വേഷനകത്താണ് നമുക്ക് ഈ B കിട്ടുക. നേരത്തെ പറഞ്ഞിട്ടുണ്ട് 2 പവറിൻ്റെ ഇക്വേഷനുണ്ട്. ഇതിനകത്താണ് B കിട്ടുന്ന ഒരു സംഭവം ഉള്ളത്. അപ്പോൾ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ വെച്ചാൽ ചെയ്യണം. അപ്പം നേരത്തെ പറഞ്ഞാൽ ആദ്യം വെലോസിറ്റി നോക്കണം. കാരണം വെലോസിറ്റി 10നെക്കാട്ടും കൂടുതലാണെങ്കിൽ മാത്രം നമുക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കണ്ടുപിടിച്ചാൽ മതി. ആക്ച്വലി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ചോദിച്ചേക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഇതിനെക്കാട്ടും കൂടുതലായിരിക്കണമെന്നാണ് നമ്മുടെ ഒരു നിഗമനം. അപ്പോൾ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിച്ചു. V = ഇവിടെ πd മാത്രം പോരാ, കാരണം തിക്നെസ് തന്നിട്ടുണ്ടോ D+T ചെയ്യണം. ഓക്കെ, ഈ T തന്നേക്കുന്ന മില്ലിമീറ്ററിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ D+T ചെയ്ത് ഈ ഇക്വേഷൻ ചെയ്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. വെലോസിറ്റി 10നെക്കാട്ടും കൂടുതലാണ്ട് മറ്റേത് TC കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായി. പവർ കണ്ടുപിടിക്കാം, ഡയറക്റ്റ് പവർ കണ്ടുപിടിക്കാൻ അതിനകത്ത് നമുക്ക് ഇല്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ഇതിനകത്തെല്ലാം W വന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് V നമ്മൾ കണ്ടുപിടിച്ചു, എല്ലാം ഉണ്ട്. T ഉണ്ട്, B മാത്രം നമ്മൾ കണ്ടില്ല, P ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് തീറ്റയും ഇല്ല. ഓക്കെ, സോ തീറ്റ നമ്മൾ കണ്ടുപിടിക്കണം. തീറ്റ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം,
നമ്മൾ ഇതിനകത്ത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏതാണോ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏതാണോ അത് സ്മോൾ ആണോ ലാർജ് ആണോ പുള്ളി എന്നുള്ള രീതിക്ക് വെച്ചിട്ട് ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ തീറ്റ എസ് കണ്ടുപിടിക്കണം. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് 3.092 റേഡിയൻ എന്ന് കിട്ടും. തീറ്റ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് ഇതിനകത്ത് ഡാറ്റാ ബുക്കിനകത്ത് ഉണ്ട്, ഇവിടെ തന്നെ കിടപ്പുണ്ട്. തീറ്റ സ്മോളർ പുള്ളി ലാർജർ പുള്ളി കിടപ്പുണ്ട്. ഇത് സ്മോളർ പുള്ളിയാണ് ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്മോളർ പുള്ളി ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്മോളർ പുള്ളിയുടെ തീറ്റ എസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് കിട്ടി. അങ്ങനെ നമുക്ക് തീറ്റ എസ് കിട്ടി. അത് തീറ്റ എസ് കിട്ടി നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ബി കിട്ടും. സോ ബി കിട്ടി, ബി നമുക്ക് മനസ്സിലായി. ഇനി പക്ഷേ ബി നമ്മൾ കിട്ടുമ്പോൾ 162.25 നമ്മൾ സ്റ്റാൻഡേർഡ് വിടുത്തല്ല. ഇപ്പോൾ പേജ് 311 പോയി കഴിഞ്ഞാൽ നമ്മൾ പേജ് 311 എന്ന് പറയുന്ന പേജിൽ പോയാൽ നമുക്ക് 311 സ്റ്റാൻഡേർഡ് ബെൽറ്റ് പുള്ളിയുടെ ബെൽറ്റ് ഇടാം. പിന്നെ അത് 160 കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്ന 180 കിടക്കുന്നത്. സോ നമ്മൾ 162.25 എടുക്കാതെ 180 ഡയറക്റ്റ് എടുക്കുന്നു. ഇത് അപ്പം ആ വിഡ്ത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. ലെങ്ത് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഇതിനകത്ത് 2 ഇക്വേഷൻ ഉണ്ട് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട്. അതായത് ലെങ്ത് കണ്ടുപിടിക്കുന്നത് ഓപ്പൺ ബെൽറ്റിനും ക്രോസ് ബെൽറ്റിനും 2 ഇക്വേഷൻ ഉണ്ട്. എന്നിട്ട് ഓപ്പൺ ആണോ ക്രോസ്ഡ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച തീറ്റ ഉണ്ടല്ലോ, അത് റേഡിയനിലാണ്. അത് നമ്മൾ ഡിഗ്രിയിൽ മാറ്റിയിട്ട് 180ക്ക് മേലാണെങ്കിൽ ക്രോസ്ഡും 180ക്ക് താഴെയാണെങ്കിൽ ഓപ്പണുമാണ്. ഓക്കെ, സോ ആ തീറ്റ നേരത്തെ നോട്ടിച്ച 3.09 നമ്മൾ 180/π മൾട്ടിപ്ലൈ, അതായത് പൈക്ക് 180 ആണെങ്കിൽ 3.09 എത്ര, അത് നമ്മൾ റേഡിയൻ ഡിഗ്രിയിലൂടെ കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഈ ഇക്വേഷൻ ഇത് 180ക്കാട്ടും കുറവായതുകൊണ്ട് നമുക്കിത് ഓപ്പൺ ആണെന്ന് മനസ്സിലായി, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ലെങ്ത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൻ്റെ ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെങ്ത് കിട്ടും, ലെങ്ത് ഡയറക്റ്റ് കിട്ടും. ഇനി അടുത്ത് ടി സി നോക്കണം. ടി സി നോക്കിയാൽ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, WBT(V²/10⁶) നമ്മൾ നേരത്തെ കണ്ട ഈ ഇക്വേഷനകത്ത് ടി സിയുടെ ഇക്വേഷൻ ഇവിടെ കിടപ്പുണ്ട്, നമ്മുടെ 291 അത് കിടപ്പുണ്ട്. അപ്പം അത് നോക്കിയാൽ മതി, അത് കിട്ടും. ഇനി നമുക്ക് ഫൈനൽ ടെൻഷൻ ടി സി നോക്കണം. ഇവിടെ ഇച്ചിരി ബുദ്ധിമുട്ടല്ല, ചെറിയൊരു സംഭവം ചെയ്യാനുണ്ട്. അതായത് ഇക്വേഷൻ നമുക്കറിയാം, ടി സി നോക്കിയ ഇക്വേഷൻ √T1 + √T2 = 2√T0 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അത് നമുക്ക് ഇവിടെ ഇക്വേഷൻ കാണാം, റിലേഷൻ ബിറ്റ്വീൻ ഇനിഷ്യൽ ടെൻഷൻ ആൻഡ് പവർ ടെൻഷൻസ് കണക്കാവുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം പറഞ്ഞാൽ നമുക്ക് T1 ഉം T2 അറിഞ്ഞുകൂടാ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പറയാം പവറിന് നമുക്ക് 2 ഫോമിൽ അറിയാം. അതായത് പവർ നമുക്ക് ഇങ്ങനെ നമ്മൾ പവർ കണ്ടുപിടിച്ച് ഇങ്ങനെ വെച്ചാൽ നമ്മൾ ബി കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഉപയോഗിച്ച് ഇത് ഉപയോഗിച്ച് നമുക്ക് T1 - T2 ഒരു ഇക്വേഷൻ നമുക്ക് ഇതിനകത്ത് കിട്ടും, ഈ പവറിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് നമ്മൾ എഴുതും, P1 = T1 - T2 × V എന്നുള്ള ഇക്വേഷൻ എടുത്ത് അതിനകത്ത് നമുക്ക് T1 - T2 എത്രയാണ് കിട്ടും. കാരണം പിയും ബിയും നമുക്കറിയാം. അതാണ് നമുക്ക് വേറൊരു കാര്യം അറിയാവുന്നത്, എന്താ പറയുന്നത്, ഇവിടെ ടി സി എന്ന് പറയുന്നത് അതുള്ളതുകൊണ്ട്, ടി സി എന്ന് പറയുന്ന ടെൻഷൻ ഉള്ളതുകൊണ്ട്, അതായത് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ഉള്ളതുകൊണ്ട് T1 - TC = ഹൈ വെലോസിറ്റി റിലേഷൻ ബിറ്റ്വീൻ ബെൽറ്റ് ടെൻഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ T1 - TC / T2 - TC = e⁻⁻. സാധാരണ നമ്മൾ നേരത്തുള്ള കേസിൽ ടി സി ഉപയോഗിച്ചില്ല, നമ്മൾ T1/T2 ഡയറക്റ്റ് e⁻⁻ കൊടുക്കുമായിരുന്നു. ഇവിടെ T1 - TC / T2 - TC ചെയ്യുമ്പോഴത്തേക്ക് e⁻⁻ കിട്ടും, അതൊരു ഇക്വേഷനാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് T1 T2 റിലേഷനുണ്ട്, ഓളും T2 T1 റിലേഷനുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് മറ്റേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. ഏതിൻ്റെ ആൻസർ കിട്ടും? T1 കിട്ടും, അല്ലെങ്കിൽ T2 കിട്ടും. അപ്പോൾ അതിൽ നിന്ന് T2 കിട്ടും. അപ്പോൾ T1 T2 അറിയാമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, T0 കണ്ടുപിടിക്കാം. സോ അങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഡിസൈൻ ചെയ്യണം, ഡയറക്റ്റ് ഫുൾ ഡിസൈനിൻ്റെ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാം.